welcome to my YouTube channel Life Itself by Adira. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റ് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ നേരെ ജഗ്ഗുവിൻ്റെ അടുത്ത് ചെന്ന് ജഗ്ഗുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജഗ്ഗുവിന് ഫുഡൊക്കെ എടുത്ത് നമ്മൾ ബായ് പറഞ്ഞ് ഇതേ വന്ന് ഞാനും അമ്മയും റെഡിയായി. അങ്ങനെ ഇതേ ചായയൊക്കെ കുടിച്ച് വേഗം ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ ഇറങ്ങി ഗേറ്റൊക്കെ അടച്ച് ജഗ്ഗുവിനോട് ബായ് ഒക്കെ പറഞ്ഞ് അപ്പം ഞാനും അച്ഛനും അമ്മയും ഏട്ടനും കൂടിയാണ് പോകുന്നത്. ഒരു യാത്ര, നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ എക്സൈറ്റഡ് ആണ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ആ വ്ളോഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് എറണാകുളത്തോട്ട് പോവുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഇതേ ഏട്ടൻ ആദ്യമായിട്ടൊരു ബൈക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ അതാ ഏട്ടൻ്റെ കുറേ കാലത്തൊരു ഡ്രീം ഇതിവിടെ നടക്കാൻ പോവുകയാണ്. ഏട്ടൻ സ്വന്തമായിട്ടൊരു ബൈക്ക് മേടിക്കാൻ പോകണം. പക്ഷെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ പണ്ട് ഏട്ടനൊരു സൈക്കിൾ വാങ്ങിത്തരാൻ പറഞ്ഞ അച്ഛൻ്റെ പിന്നാലെ നടന്നിരുന്നതാണ്. എന്തായാലും ടൈമൊക്കെ എത്ര പെട്ടെന്നാണ് പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തപ്പി ഒരു ഹോട്ടലിലെത്തിയപ്പോൾ ആ ഹോട്ടൽ ഇന്ന് ഓഫാണ് ഗൈസ്. അതെന്തോ പണി നടക്കാൻ വേണ്ടി അടച്ചിട്ടിരിക്കുക. പിന്നെ ഞങ്ങൾ വേഗം നേരെ പോയപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഹോട്ടലൊക്കെ തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ ഈ ശരവണ ഭവനിലെത്തി. അപ്പോൾ അത് ഈ ബയ്യ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ വേഗം ഉള്ളിൽ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും മസാല ദോശയും, അച്ഛൻ ഇഡ്ഡലിയും, പിന്നെ ഏട്ടൻ പൂരിയാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ വന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതേ ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ദൂരം വന്ന് ഇവിടുന്ന് വണ്ടി മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ നോക്കിയപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അവിടെ അവർ ചീറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാണ് അവർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇവിടെ വന്ന് നോക്കി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് നല്ല വണ്ടി തന്നെ കിട്ടി. അങ്ങനെ ഏട്ടൻ ചെന്ന് നമ്മുടെ വണ്ടിയൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ മുകളിലേക്ക് പോയി. അപ്പോൾ അതാ ബാക്കി അവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഏട്ടൻ സൈൻ ചെയ്ത് നമ്മുടെ വണ്ടി മേടിച്ചു. പിന്നെ അവരുടെ കുറച്ച് ഇങ്ങനെ നമുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വണ്ടി റിവീൽ ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ മൊമെൻ്റൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അവരെന്തൊക്കെയോ കീ ഒക്കെ തന്നു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയി നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. അങ്ങനെ ഇതാ എല്ലാം പെട്ടെന്ന് ആയപോലെ ഇങ്ങനെ ഏട്ടൻ വണ്ടിയൊക്കെ എടുത്ത് പോയി എണ്ണയും കയറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ റൗണ്ടൊക്കെ അടിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് വന്ന് എല്ലാവരും സൂപ്പർ. അപ്പോൾ ആ കാണുന്ന ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്കും ഏട്ടനെത്തി. ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞാനും അമ്മയും മീൽസ് പറഞ്ഞു, അച്ഛൻ ചപ്പാത്തി പറഞ്ഞു, പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടും അവിടുത്തെ സ്പെഷ്യൽ മന്തിയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എത്തി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. അവിടുത്തെ മന്തി ഭയങ്കര സ്പെഷ്യലായിരുന്നു, വേറൊരു ഫ്ലേവറായിരുന്നു. അങ്ങനെ എല്ലാം നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതേ ഇറങ്ങി. നമ്മളവിടെ നിന്ന് നേരെ പോയത് ഹെൽമെറ്റ് മേടിക്കാനായിരുന്നു. ഏട്ടൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടി ഞങ്ങളതേ ഷോപ്പിൽ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ കാണാത്ത ലോകത്ത് ചെന്ന പോലെ ഒരവസ്ഥയെന്ന് ഞാൻ ആദ്യമായിട്ടാണ്, സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനും പോകുന്നതും പിന്നെ അതേ ഹെൽമെറ്റൊക്കെ നോക്കാൻ വരുന്നതൊക്കെ. അപ്പോൾ അതിപ്പോൾ തീരെ എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതേ അമ്മ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നുണ്ട്. ഗൈസ്, എന്താ നടക്കുന്നത് എന്നുള്ളത്. ഏട്ടതിൻ്റെയൊക്കെ എന്തൊക്കെയോ നോക്കി പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഭാഷയൊന്നും എനിക്ക് മനസ്സിലായില്ല. ഏട്ടൻ എന്തൊക്കെയോ പറയേണ്ടത്, എന്തൊക്കെയോ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് മനസ്സിലായില്ല. പിന്നെ ഏട്ടൻ കുറേ നേരം സ്റ്റിക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗൈസ് ഓർമ്മ വരുന്നത്? എനിക്ക് ശരിക്കും പുതിയ ഹെൽമെറ്റ് കയ്യിൽ കിട്ടിയത് ഇടുന്ന കഷ്ടപ്പാടാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏട്ടൻ എങ്ങനെയൊക്കെയോ ആ ചട്ടി തലയിൽ കയറ്റി ഗൈസ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. ഏട്ടൻ വേറെ ഒറ്റയ്ക്ക് വരും. അങ്ങനെ ഞങ്ങൾ പിരിയാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 2 വഴിയിലേക്കായി പിരിയുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഏട്ടൻ്റെ ഒരു ഡ്രീം ഇന്നിവിടെ നടന്നു. അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഏട്ടൻ ആദ്യമായിട്ടൊരു സ്വന്തമായിട്ട് വണ്ടി വാങ്ങുമ്പോൾ ഏതൊരു അച്ഛനമ്മയും ഭയങ്കര ഹാപ്പിയാവുമല്ലോ. അതുപോലെ അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈഡിൽ മെട്രോ ഗൈസ്. ഞാൻ കുറേ കാലമായി മെട്രോയിൽ കയറിയിട്ട്. പിന്നെ കണ്ടപ്പോൾ നല്ലൊരു ആഗ്രഹം തോന്നി. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ഒന്നിനും നിന്നില്ല, നേരെ വീട്ടിലേക്ക് പോയി. മെട്രോ പോകുന്നു ഗൈസ്.
പിന്നെ അത് കുറച്ച് നേരം നോക്കിയിരുന്നു, നല്ല രസമായിരുന്നു. അതിങ്ങനെ പോകുന്നു. ഞാൻ പണ്ട് കുറേ മുന്നേ കയറിയതാണ്, കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഡെക്കാത്ലോൺ കണ്ടു. അപ്പോൾ ഞാനും അമ്മയും ഇതുവരെ അവിടെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ അച്ഛൻ അവിടെ കണ്ടപ്പോൾ പറഞ്ഞാൽ നമുക്ക് കയറി നോക്കാമെന്നാണ്. അങ്ങനെ ഞങ്ങളത് ആദ്യമായിട്ട് ഡെക്കാത്ലോണിൽ പോകാൻ പോവാണ്. അപ്പോൾ അച്ഛൻ മുന്നിൽ നടന്നു പോകുന്നുണ്ട്, എന്തോ പേടിക്കാനെന്ന പോലെ. പക്ഷെ ഒന്നും പേടിക്കാനില്ല, ഗൈസ്, വെറുതെ കയറുകയാണ്. അങ്ങനെ ഞങ്ങളിത് കയറി. സത്യം പറഞ്ഞാൽ കാണാത്ത ലോകത്ത് ചെന്ന പോലെ എന്നൊന്നും പറയാനില്ല, പക്ഷെ സ്പോർട്സ് സാധനങ്ങളൊക്കെ ആയിരുന്നു. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. അച്ഛനൊരു ടീഷർട്ട് മാത്രം എടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഫുൾ കാറ്റും നല്ല തണുപ്പൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു, നല്ല വിശാലമായ ഷോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ കണ്ടു. നല്ല രസമുണ്ട്. എല്ലാവരും കുറേ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇറങ്ങാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ കണ്ടു പോന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ. അങ്ങനെ നമുക്ക് ഒരു ചായയൊക്കെ കുടിക്കാൻ തോന്നി, ഒരു ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കടയിൽ കയറി. ഞാൻ ബൂസ്റ്റാണ് ഗൈസ് കുടിച്ചത്. അച്ഛനും അമ്മയും ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കറക്റ്റ് നല്ല മഴ തുടങ്ങി. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഏട്ടനെ കിട്ടിയില്ലായിരുന്നു. ഏട്ടൻ വേറെ എവിടെയോ ആയിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ സമയം കൊണ്ട് ഏട്ടൻ നമ്മുടെ പിന്നിലെത്തി പോകുന്നു ഏട്ടൻ. അങ്ങനെ ഏട്ടൻ ആദ്യമായി ബൈക്ക് ഓടിച്ച് ഞങ്ങളുടെ മുന്നിലൂടെ പോകുന്നത് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഏട്ടന് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിളിച്ചു. നല്ല മഴ കൂടിയപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ ബാഗ് തരാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ഏട്ടൻ ബാഗൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ പോയി. നല്ല മഴയായിരുന്നു, ഒന്നും കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സൈഡിൽ ഒന്ന് വണ്ടി ഒതുക്കിയിട്ട് ഓടിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ പോകുന്നത് നമ്മുടെ വീടെത്താറായപ്പോൾ രാത്രി കഴിക്കാൻ ബ്രെഡ് വാങ്ങാമെന്ന് വിചാരിച്ച് കടയിൽ കയറിയപ്പോൾ ഇരിക്കുന്ന കേക്ക്. അപ്പോൾ വിചാരിച്ചു സർപ്രൈസായിട്ട് ഏട്ടനൊരു കേക്ക് വാങ്ങാം. അങ്ങനെ നല്ല വെൽഡൺ മൈ ബോയ് എന്നൊക്കെ എഴുതി നമ്മൾ കേക്കൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഞങ്ങളത് ഇവിടെ വീട്ടിലെത്താറായി. അപ്പോൾ വളാഞ്ചേരി ഏട്ടന് സർപ്രൈസായിട്ടൊരു കേക്ക് വാങ്ങി, പിന്നെ ബ്രെഡ് വാങ്ങി. ഇന്ന് രാത്രി ഫുഡ് അങ്ങനെ ആക്കാൻ വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. ചക്കവറുത്ത് വാങ്ങിയത് നല്ല. എങ്ങനെയുണ്ട് ചക്കവറുത്തത്? അപ്പം ഞങ്ങൾ ചക്കവറുത്ത് അപ്പം അച്ഛനമ്മ കഴിച്ച് ഞങ്ങളത് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുന്നേ ഏട്ടനെത്തി. ജഗ്ഗു ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങളെത്തി ഗൈസ്. പുതിയ വണ്ടി എത്തി, വണ്ടി. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എല്ലാരും ഹാപ്പിയാണ് അല്ലേ? പറയാ സൂപ്പറായിരുന്നു. എന്തായിരുന്നു ഇപ്പൊ എന്താ ഈ മൊമെന്റിൽ തോന്നുന്നത്? നല്ല മഴയില് ഐശ്വര്യത്തോട് വണ്ടി കൊണ്ടുവരാൻ പറ്റി. യെസ്. അപ്പൊ ഞങ്ങള് അടിച്ചു പൊളിച്ച് തിരിച്ചു വന്നു. നമ്മുടെ കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ വരും. വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ.